നല്ല ബോധ്യമുണ്ട്. ഒരു 9:50 പോകുന്നവരൊക്കെ വെള്ളിയാഴ്ച രാവാണ്. എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കാശിനെ ജീവണ്ടാവും ഒന്ന് വാങ്ങണം. വളരെ നല്ലൊരാവശ്യത്തിനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് ആളുകളെ സ്മരിക്കാണ്ട് ചെറിയ ഒരുപാട് ആളുകൾ ഇന്ന് വർക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. വെള്ളിയാഴ്ച രാവാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ നാവ് കൊണ്ടോ കരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ട് ആക്കാതിരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ. ആ യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മളെ ചേർത്തുമാറാവട്ടെ. അത് ഓരോ ഉദാഹരണം, ചെറിയ ഉദാഹരണം പറയുമ്പോൾ എഡിക്ഷൻ എന്ന് പറയും. എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ രീതിയിൽ പറഞ്ഞാൽ മയക്കുമരുന്ന്, മദ്യം, പുകവലി, ചായ, തണുത്തത്, ഐസ്ക്രീം, ശവയില്ലാത്തത്, മന്തി, കുഴിമന്തി, ഇതൊക്കെ തിന്നലും ഉപയോഗിക്കലും ഒരു എഡിക്ഷൻ പെട്ടു. ഞാൻ 1979 ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ GK ചെസ്റ്റർട്ടൺ എഴുതിയ പുസ്തകമാണ്. അയാൾ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹാബിറ്റ്സ് ഷാൽ ബി യൂസ്ഡ് ആസ് എ സ്റ്റിക്ക് ബട്ട് നോട്ട് ആസ് എ ക്രച്ച് ടു ലീൻ ഓൺ. അർത്ഥം പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ശീലങ്ങൾ ഒരു 3 വഴിയാണ്. 3 വഴി എന്താണ് ശീലങ്ങൾ? ക്രച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രച്ചസ് എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത കുളന്തനായ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് തൊക്കിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. അതില്ലാതെ അയാൾക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ ശീലങ്ങളാവാൻ പാടില്ല. നേരെ കുറച്ച് വടിയുള്ള ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും വടികുട്ടി നടക്കുന്ന ശീലത്താം. നമ്മൾ പക്ഷേ വടി കൊടുത്താൽ ഞങ്ങൾക്ക് വയസ്സായി പോകുന്നവർക്ക് പിന്നെ അത് ഉപയോഗിക്കാത്തവരുണ്ട്. വയസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തോന്നിക്കുന്ന കുറേ സംഗതികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നരച്ചമുടി, ചുക്ക, കറുപ്പിക്ക, മുലാറ്റിലെ സുന്നത്താണ്. പിന്നെ അങ്ങനെ പല സംഗതികളുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ പെട്ടാത്ത പുതിയ ഒരു എഡിക്ഷനാണ് മൊബൈലിൻ്റെ ഉപയോഗം. ഈ കമ്പളത്തിൽ നിന്ന് 2 ചെറുപ്പക്കാർ 15 വയസ്സിന് മേലെയുള്ള 2 കുട്ടികൾ ആ എഡിക്ഷൻ പ്രകാരം 3 കൊല്ലത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. അല്ലാഹു തആല രക്ഷിതാക്കൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുക. ആ കുട്ടികൾക്ക് അല്ലാഹു തആല കൊടുത്തു. അതെന്ന് വെച്ചാൽ ഉപയോഗിച്ചതിൽ അതിങ്ങനെ ഉപയോഗിച്ചപ്പോൾ ചില ആളുകൾ മൊബൈൽ, നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് ചില മൊബൈൽ കൊടുത്താൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ പിന്നെ അവിടെ ഇനി 1 മണിക്കൂർ കൊടുക്കാതെ കുട്ടികളെ നമ്മൾ പള്ളിയിൽ വരുന്നതിനാൽ BSNL സിസ്റ്റം അതിന്റെ തന്നെ എംബ്ലം വെച്ചാൽ കണക്ട് ടു ദി വേൾഡ്, ലോകത്തിനോട് കണക്ട് ചെയ്യാം. നമ്മളിവിടെ വരുന്ന പള്ളിയിൽ വരുന്നതെന്ന് വെച്ചാൽ കണക്ട് ടു ഗോഡ്, അള്ളാഹ് ഗോഡിയ, ഡിസ്കണക്ട് ടു ഓൾ. ചില ആളുകൾ ഞാൻ എടുക്കാന്ന് പറയുന്നത്, ഞാനിപ്പോൾ ധരിക്കുമ്പോൾ ഇവിടെ വെച്ച് മൊബൈൽ ഉപയോഗിച്ച് ഞാൻ ജുമാക്ക് പോകുമ്പോൾ 10-30 കൊല്ലത്തോളായി. ജുമാക്ക് പോകുമ്പോൾ വളരെ അത്യാവശ്യമുള്ളതായിട്ട് ഞാൻ ഫോൺ എടുക്കില്ല. കാരണം ഞാൻ വിചാരിക്കാന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിനാലും മരിക്കലല്ലേ, അതിപ്പോ നമ്മൾ ഉണ്ടായാലും മരിക്കുമല്ലോ. പിന്നെ മരിച്ചതറിഞ്ഞാൽ നമുക്ക് പോവാല്ലോ, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും വരാനില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പഠിച്ചവരോട് ഈ പള്ളിയിൽ വരുമ്പോ ആ പള്ളിയിൽ മാത്രം സൈലന്റ് ആക്കി, അത്യാവശ്യം ചില രോഗികൾ വരുന്നുണ്ടാവും, ബൈസ്റ്റാൻഡർ ഉണ്ടാവും, അതിനല്ല. അല്ലാത്തത് ഈ സലാം കൂട്ടിയാണ്. അസ്സലാമു അലൈക്കും, ഒരേ സലാം കൂട്ടുകൊടുത്തില്ല. ഈ സലാം കൂട്ടല്ല മസാല കുറേ പറയാൻ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നാളെ മുതൽ പടി വന്നിട്ട് പിന്നെ അതിനെ വിറ്റാൻ പറ്റും. സലാം മറക്കല്, സലാത്തിനെ പറഞ്ഞാൽ അത് ജീവിതത്തിൽ വളർത്തിയാലും സലാം കൂട്ടൽ എങ്ങനെയാണ്? സലാം കൂട്ടൽ തറാവീഹായാലും
ഫർദ് നിസ്കാരമായാലും പെരുന്നാൾ നിസ്കാരമായാലും മയ്യത്ത് നിസ്കാരമായാലും സലാം പറ്റുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അസ്സലാമു അലൈക്കും. ഈ നിന്നത് പിരിച്ചത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അസ്സലാമു അലൈക്കും നിസ്കാരത്തിന്റെ 14ാമത്തെ അവസാനത്തെ ഫർദാണ്. ആ ഫർദ് നിസ്കാരത്തിൽ തന്നെയായിരുന്നു. നിസ്കാരത്തിൽ തിരിഞ്ഞുനോക്കിയാൽ കാരണമില്ലാതെ തിരിഞ്ഞുനോക്കിയാൽ നിസ്കാരം ബാത്തിലായിരുന്ന സംഗതിയുണ്ട്. അത് ബാത്തിലാവുന്നുണ്ട്, ഇല്ലാത്തതുണ്ട്, ഓടി പോവാൻ ചിലപ്പോൾ. എന്നാൽ ബാത്തിലാവാത്ത സന്ദർഭമുണ്ട്, അതിപ്പോ പറയുന്നില്ല. പള്ളിയിൽ വരുമ്പോ ഒരു റക്കായത്തിൽ ചില കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ അള്ളാഹു പറഞ്ഞ അപ്പൊ നമ്മള് ഞാനാകുന്നതൊക്കെ ചെറുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തത്ര ദിവസം കഴിപ്പെട്ട കുട്ടികൾക്ക് ഇല്ലാതെ തോന്നുന്നത്. അവൻ ചില കുട്ടികൾ വെള്ളപ്പിടിക്കാറുണ്ടാവും, പോയിട്ട് ഓടി ഇങ്ങനെ പള്ളിയിൽ. നമ്മളെ ചില ആളുകൾ ഒരർത്ഥയാത്ര ശേഷാന്യോ അവസാനത്തെ റക്കായത്ത് കൈപടി പള്ളിയിൽ ഓടൽ ഹറാമാണ്. അത് സുക്കൂനായി പഠിച്ചവനോട് പറയുന്നത് പറയാൻ പറ്റുന്നത് വളരെ സാവധാനത്തോടുകൂടി വളരെ നല്ല നിലയില്ല. ആ നല്ല നിലയിൽ സമാധാനം. അപ്പോ ഒരു റക്കായത്ത് കുട്ടി ചെയ്ത് പഠിച്ചവൻ അതിന്റെ കൂലി തരും. ഓടിയാൽ അതിനെ പറ്റും. അപ്പൊ ഇനി മുതല് ഓടി കിട്ടാൻ വേണ്ടി വരാൻ പറ്റും. തെറ്റാണ്. സലാം വീട്ടൽ എങ്ങനെ വെച്ചാൽ ഇമാം ഞാൻ പറഞ്ഞ എല്ലാ നിസ്കാരത്തിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇമാം 2 സലാമും മടക്കിയതിന് ശേഷം ബാബു സലാം തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ തന്നെ നിസ്കാരം കറക്റ്റല്ലേ? അതെന്താണ് ഞാൻ ഈ നിസ്കാരത്തിനാണ്. അപ്പൊ ഇതിന്റെ നിസ്കാരം ഇങ്ങനെ സുജൂദ് നോക്കുന്ന ആളെ നോക്കുന്നുണ്ട്. നമ്മുടെ വിജിസിന്റെ കഴിയപ്പെട്ട ആളുകളാണല്ലോ. അപ്പൊ ചില ആളുകൾ ഇമാം 1ാമത്തെ സലാം കൊടുത്ത് ഇയാൾ 2ാമത്തെ സലാം കൊടുത്തു. അങ്ങനെ ധൃതി പറ്റില്ല. ധൃതി എന്ന് പറഞ്ഞാല് ശൈത്താനിന്റെ പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള അതേത് വിഷയത്തിൽ ബസ്സിൽ കയറാൻ പോകുന്നു, വണ്ടിക്ക് വരാൻ പോകുന്നു, വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നു. ഞാൻ ഇത് എന്നോടാണ് ആദ്യമായി പറഞ്ഞത്. അപ്പൊ അജയത്ത് പറ്റും എല്ലാത്തിനും മനസ്സമാധാനം. രണ്ടാമത്തെ മൊബൈലിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മൊബൈലിൽ കുറച്ച് സമയം നമ്മൾ ഏതായാലും 10 മാസത്തിൽ വരുമ്പോൾ ഒന്നടക്കി വെച്ചാൽ സംഭവിക്കും. അള്ളാഹുതആല നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ തൗഫീഖ്. രണ്ടാമത്തെ കൈകൊണ്ടും കാര്യങ്ങളും കാലഘട്ടത്തിൽ ഈ ഞാൻ ചോദ്യങ്ങളുണ്ട്. നമ്മളൊരു അമുസ്ലിം സുഹൃത്ത് ബസ്സിൽ പോകണം. നമ്മളിപ്പോൾ ബസ്സിൽ പോകണം, വണ്ടി പോകാൻ. അപ്പൊ ഒരു തൂണ് വന്നു, സച്ചിദാനന്ദ ഗോവിന്ദ നാരായണ. പള്ളിയിൽ പാടാൻ പറ്റൂല. അത് പാടിയാൽ വെറുതെ നിങ്ങൾക്ക് ഉള്ളത് ചെറിയൊരു പ്രയാസം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? മറ്റു പോകാൻ ഉണ്ടാവില്ലേ? അപ്പൊ ഇത് പറ്റുമോ? രണ്ടും പറ്റുമോ? രണ്ടും പറ്റൂല. നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ വാഹനത്തിന് ഇപ്പൊ ഈ ആദ്യം ഘട്ടകാലാണ് നമ്മുടെ ഭാരതത്തിൽ പല സംഗതികൾ. അപ്പൊ അങ്ങനത്തെ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നത് ഒരിക്കൽ മാനസികമായിട്ടൊരു പ്രയാസമാണ്. ഓരോ മനസ്സിൽ നന്നാക്കാൻ വേണ്ടി നമ്മൾ മാത്രമല്ല വാങ്ങിന്റെ തുണ്ട് വെക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞാൽ ചിലപ്പോ ഹറാമാവുന്ന കാരണം അല്ലാഹു അക്ബർ പറ്റി പിന്നെ അതൊന്നുമില്ല. അതാ അതവ് കേടാവുന്ന ഖുർആൻ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഇത് ഖുർആനല്ലേ. ഖുർആനോടെന്നല്ല പറഞ്ഞാൽ പണ്ടത്തെ ഖുർആനൊക്കെ അറിയാം. കുട്ടികൾ പോകുന്നേരം കുട്ടികളെ ഈ സലാത്ത് പോലും തന്നെ ചെല്ലുമ്പോൾ ചില ആളുകൾ ഇന്നും ചില ആളുകൾ സൂക്ഷ്മ തന്നെ ഞാൻ പ്രസംഗം നിൽക്കാതെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ചില ആളുകൾ ഇങ്ങനെ മുസാഫ് കിതാബ് പഠിക്കാൻ പാടില്ല. മുസാഫ് കിതാബ് ഇങ്ങനെ താല്പര്യം എപ്പോ ഇങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെ മാറോട് ചേർത്തിട്ട് മുസാഫ് കിതാബ്. അതുകൊണ്ടാണ് പണ്ടത്തെ ഉമ്മമാർ കുപ്പായിട്ടുണ്ട്, നിസ്കാര കുപ്പായം പോലെ മുസാഫിന്റെ ഒരു കുപ്പായുണ്ട്. ഇന്ന് കുട്ടികൾ ഈ തലമുറയിൽ ഞാൻ കണ്ടില്ല, അകത്ത് കണ്ടില്ല, മൊബൈലിൽ കണ്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികളുടെ കുപ്പായത്തിന് കീശ എന്ന് വെച്ചാൽ എന്ത് കുപ്പായത്തിന് കീശ? അത് ബഹുമാനിച്ചാദരിച്ച് ബഹുമാനിച്ചു വെക്കുന്ന ഒരു സാധനം. ആ സാധനം വളരെ ബഹുമാനിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ പല സംഗതികൾ പറയാം.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഒരുപാട് ആളുകൾ നമ്മളെ എൻ്റെ ഏറ്റവും ആത്മസുഹൃത്ത് നമ്മുടെ രാജ്യസ്ഥാന സുഹൃത്ത് കണ്ണൂർ ജില്ലാ ജനറൽ ട്രഷറർ കമാലുദ്ദീൻ മുസ്ലിയാർ സുബിയോടടുത്ത സമയത്ത് വഫാത്തായി. ലക്ഷത്തിന് ഒരാൾക്ക് വരുന്നൊരു രോഗമായി രക്തം കുറഞ്ഞു പോയിട്ട് ശരീരം ഇങ്ങനെ വീർത്ത് വേറെ. അപ്പോൾ അല്ലാഹു തആല കൂടുതൽ കഷ്ടപ്പെടുത്താതെ അല്ലാഹു തആല അവരുടെ മരണത്തിലേക്ക് യാത്രയായി. ഇന്ന് എൻ്റെ ഉപ്പാന്റെ 53ാമത്തെ ആണ്ടാണ്. 1974 വഫാത്തായത്. ആയതിന്റെ ഉപ്പ നമ്മുടെ പഴയ കൂട്ടത്തിലുള്ള ക്ലാസ്സിന്റെ ഉപ്പ ബ്രാഞ്ച് പേര് പറയുന്നത് പറയാത്ത അൻവർഖാന്റെ അമ്മോശ അങ്ങനെ പല ആളുകളും ഈ അവസ്ഥാനം അതിൽ ഒരു ബാധ്യത വന്നു. മറ്റൊരാണ് നമ്മുടെ സംയുക്ത ജമാഅത്തിന്റെ ഖാദിയായിരുന്ന ദിയാഉൽ മുസ്തഫ ഹാമിദ് തങ്ങൾ മാട്ടൂർ തങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ തങ്ങളുടെ ആണ്ടിന്റെ ദിവസം ഇവർക്കൊക്കെ ഒരു ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളിയാഴ്ച ഒരു കാത്ത് നമ്മളിപ്പോ നോമ്പുന്ന സ്ഥലത്ത് വെള്ളം കിട്ടാൻ കാത്തിട്ടുണ്ട്. അതിന്റെ 10,000 മടങ്ങിലായിരിക്കും കബർസ്ഥാനികളും കബറാളികളും എന്റെ ബന്ധുക്കൾ എന്തെങ്കിലും ഒരു ഫാത്തിഹ ചെല്ലുന്നുണ്ടോ, ഒരു മുഴുവൻ ചെല്ലുന്നുണ്ടോ, ഒരു ദിക്ർ ചെല്ലുന്നുണ്ടോ എന്ന് കാത്തുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾക്ക് ദ്വാരമാവട്ടെ. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നല്ല, പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ സംഗതികളൊക്കെ ചെയ്യുന്നത് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം. ഒരു 5,000-6,000 രൂപ ഒരു വളരെ സാധാരണ ജോലിയൊക്കെ എടുത്ത് ചെറിയ വരുമാനമുള്ള ഒരു ജോലിയാണ്. കാണാൻ നല്ല മാന്യനാണ്. നമുക്കറിയുന്നുണ്ട് ഫൈനാൻഷ്യൽ. അപ്പൊ അതിനൊരു പൈസ നിങ്ങളെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് ഒരു 100 രൂപയോ 50 രൂപയോ മാറ്റിയിട്ട് മുജീബിന്റെ അടുത്തോ എൻ്റെ അടുത്തോ ഒന്നാമത്താല് നമ്മളെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനും ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കാനും സഹോദരി സഹോദരന്മാർക്ക് ഡ്രസ്സ് എടുക്കാനും ഉപ്പമാർക്ക് ഡ്രസ്സ് എടുക്കാനും മറ്റുള്ളവരോട് കൈവീട്ടേണ്ട അവസ്ഥ എത്താതിരിക്കും. ഈ റമദാൻ മാസം ഗുണകരമായ സാക്ഷ്യങ്ങൾ ഈ പറയപ്പെട്ട എല്ലാവരുടെയും ഈ കബർസ്ഥാനും ജീവിതത്തിൽ അവസാനം പല കബർസ്ഥാനും മറുപടി എല്ലാവരുടെയും ജീവിതം അപ്പുറത്ത് നൽകിയ മാതാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.